ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായരും മകനും മൂന്നാം പ്രതിയുമായ ഗോവിന്ദ്ജി നായരും ഒന്നിച്ച് ഒരേ സ്ഥലത്തായിരുന്നു താമസം. ഇരുവരും ഏറെ ദിവസം തിരുപ്പതിയിലായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം അവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. രണ്ടാം പ്രതി എവിടെയെന്ന പോലീസിന്റെ ചോദ്യങ്ങളോട് ഇരുവരും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. കാര്യങ്ങൾ ഇരുവരും ബോധപൂർവം മറച്ചുവെക്കുന്നുവെന്നാണ് സംശയിക്കുന്നത്. സിന്ധു വി നായർക്ക് ബന്ധുക്കളും ചില സുഹൃത്തുക്കളുമാണ് താവളമൊരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ട തെള്ളിയൂരിൽ നിന്നും മുങ്ങിയ സിന്ധു ആദ്യം ഹരിയാനയിലാണെത്തിയത്. ശേഷം ചണ്ഡീഗഡിൽ ചെന്നുവെന്നായിരുന്നു വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തിയെങ്കിലും സിന്ധു അവിടെ നിന്നും മാറി. പ്രതികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിൽ കാര്യമായ പണമില്ലെന്നാണ് വ്യക്തമായിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപേ ഫ്രീസ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവശേഷിച്ച തുക സുഹൃത്തുക്കളുടെ പക്കലോ അടുത്ത ബന്ധുക്കളുടെ പക്കലോ ഏൽപ്പിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വസ്തുവകകളിൽ അധികവും ഇവർ പണയപ്പെടുത്തിയെന്നാണ് വിവരം. മാസങ്ങൾക്ക് മുൻപേ സ്വരൂപിക്കാവുന്ന പരമാവധി തുക സ്വരൂപിച്ച ശേഷം ഗോപാലകൃഷ്ണൻ നായർ കുടുംബസമേതം മുങ്ങുകയായിരുന്നു. കേസിലെ നാലാം പ്രതി മരുമകൾ ലക്ഷ്മി ലേഖകുമാർ മാസങ്ങളായി ബഹ്റൈനിലാണ്. മൂന്നാം പ്രതി സിന്ധു വി നായരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്ത് വിധിയാണ് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് പോലീസ്. ശേഷം നടപടികൾ ശക്തമാക്കും. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി ജിയാൻജി ഫിനാൻസിന് 44 ശാഖകളാണ് ഉണ്ടായിരുന്നത്. 1000-ലേറെ നിക്ഷേപകരിൽ നിന്നായി 100 കോടി രൂപയോളം തട്ടിച്ചാണ് പ്രതികൾ മുങ്ങിയത്. കേസുകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട കോയിപ്രം സ്റ്റേഷനിലാണ്. ഇതിനിടെ കോടതിയിൽ ഹാജരാക്കിയ 1ഉം 3ഉം പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് തിങ്കളാഴ്ച ജില്ലാ കോടതിയെ സമീപിക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.